കേരള മണ്ണിൽ നിന്ന് ഇന്നേ വരെ നമ്മുടെ നാവികസേനയിൽ അഡ്മിറൽ റാങ്കിലേക്ക് ഉയർന്നു വന്ന ഭാരത സേനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമായ ഇന്ത്യൻ നേവിയുടെ മുൻ ചീഫ് ഓഫ് ദി നേവൽ സ്റ്റാഫ് ആയ അഡ്മിറൽ ആർ ഹരികുമാർ, കേളൻ പത്മനാഭൻ, വേദിയിലിരിക്കുന്ന മറ്റു വിശിഷ്ട വ്യക്തികളെ, സദസ്സിലിരിക്കുന്ന എൻ്റെ സഹപ്രവർത്തകരായ കേണൽ PRM രവി, കാർഗിൽ യുദ്ധത്തിൽ എന്നോടൊപ്പം യുദ്ധത്തിൻ്റെ ആദ്യഘട്ടങ്ങളിൽ പ്രവർത്തിച്ച എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതനും അനുജനുമായ ലഫ്റ്റനൻറ്റ് കേണൽ വിശ്വനാഥൻ്റെ ധർമ്മപത്നി ജലജ വിശ്വനാഥൻ, ശ്രീമതി ഇനാശു, മിസ്സിസ് ഹരികുമാർ, നാദബ്രഹ്മ ഫൗണ്ടേഷൻ്റെ മെമ്പേഴ്സ്, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ലേഡീസ് ആൻഡ് ജെൻറ്റിൽമെൻ, എല്ലാവർക്കും എൻ്റെ റിപ്പബ്ലിക് ദിന ആശംസകൾ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ആതുരസേവയുടെയും പര്യായമായ ഫാദർ അറക്കലിൻ്റെ പ്രസൻസിൽ അഡ്മിറൽ ഹരികുമാറിൽ നിന്ന് മ്യൂസിക് ഫോർ പീസ് എന്ന വലിയ ആശയവുമായി സമുദായത്തിനെ മുന്നോട്ട് ഉയർത്താനായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നാദബ്രഹ്മം ഫൗണ്ടേഷനിൽ നിന്ന് ഞാൻ ഏറ്റുവാങ്ങുന്ന ഈ ആദരവ്, എനിക്ക് തന്ന ഈ ആദരവ് ഞാൻ ഏറ്റവും വിനയത്തോടും ആദരവോടും സ്വീകരിക്കുകയാണ്. ഈ ആദരവ് എനിക്ക് മാത്രമുള്ളതല്ല. ഇത് ഭാരതത്തിൻ്റെ സേനയിൽ പ്രവർത്തിക്കുന്ന എല്ലാ ഓഫീസർമാർക്കും ജവാന്മാർക്കും അവരുടെ താങ്ങും തണലുമായി അവരുടെ പിന്നിൽ അവർക്ക് വേണ്ടി പ്രയത്നിക്കുന്ന, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങൾക്കും ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ആദരവ് അവർക്ക് സമർപ്പിക്കുകയാണ്. നമ്മുടെ സായുധ സേനയിൽ ചേരുന്ന എല്ലാ ജവാന്മാരുടെയും എല്ലാ ഓഫീസർമാരുടെയും ഒരു വലിയ സ്വപ്നമാണ്, ഒരു വലിയ ആഗ്രഹമാണ് ഒരു യുദ്ധത്തിൽ പങ്കെടുക്കുക എന്നത്. പക്ഷേ പലർക്കും അതിനുള്ള ഭാഗ്യം സിദ്ധിക്കാറില്ല. അങ്ങനെയുള്ള ഒരു മഹാഭാഗ്യം എന്നെ തേടിയെത്തുകയുണ്ടായി. സമുദ്രനിരപ്പിൽ നിന്ന് 16,500 മുതൽ 18,000 അടി ഉയരത്തിൽ -20 to -38 ഡിഗ്രി സെൽഷ്യസിൽ ഓക്സിജനും വെള്ളവുമില്ലാത്ത മഞ്ഞ് അണിഞ്ഞു കിടക്കുന്ന ആ മലകളിൽ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞുവെങ്കിൽ അത് എന്നോടൊപ്പം പ്രവർത്തിച്ച
എൻ്റെ ഓഫീസർമാരുടെയും ജവാന്മാരുടെയും കഴിവാണ്. ഞാൻ വെറും ഒരു കാറ്റലിസ്റ്റ് മാത്രമായിരുന്നു. ശത്രുക്കളെ സംഹരിക്കുക മാത്രമല്ല, എന്നോടൊപ്പം ഉണ്ടായിരുന്ന ജവാന്മാരെയും ഓഫീസർമാരെയും സുരക്ഷിതമായി തിരിച്ചു കൊണ്ടുവരിക എന്ന ഒരു ഉത്തരവാദിത്വം കൂടെ എനിക്കുണ്ടായിരുന്നു. അതിനെനിക്ക് കഴിഞ്ഞില്ല എന്ന ഒരു ദുഃഖസത്യം, ആ സത്യം ഇന്നും എന്നെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. യുദ്ധത്തിൽ എൻ്റെ സെക്കൻഡ് ഇൻ കമാൻഡായ മേജർ CB ദ്വിവേദി, സേനാ മെഡൽ പോസ്റ്റ്മസ്, കൂടാതെ 7 ജവാന്മാരെ രാഷ്ട്രത്തിൻ്റെ സുരക്ഷയ്ക്കായി എൻ്റെ റെജിമെൻറ്റിന് ബലി കഴിക്കേണ്ടി വന്നു. ആ ഒരു വേദന എന്നെ ഇന്നും അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഞങ്ങൾ സൈനികരാണ്, ഇതെല്ലാം യുദ്ധത്തിൻ്റെ ഭാഗമാണ് എന്ന് സമാധാനിക്കുകയാണ്. ഇവിടെ ഒരു നീണ്ട പ്രസംഗത്തിന് പ്രസക്തിയില്ല, സമയം ഒരുപാട് വൈകി. എനിക്ക് പറയാനുള്ളതും അതിലപ്പുറവും അഡ്മിറൽ ഹരികുമാറും കേണൽ പത്മനാഭനും പറഞ്ഞു കഴിഞ്ഞു. എനിക്കൊന്നു മാത്രമേ പറയാനുള്ളൂ. ചാവക്കാടിൻ്റെ കടലോരത്ത് താമസിക്കുന്ന എന്നെ അവിടെ നിന്ന് തിരഞ്ഞുപിടിച്ച് ഇവിടെ എത്തിക്കാൻ വലിയ മനസ്സ് കാണിച്ച കേണൽ പത്മനാഭനോടും എന്നെ ഒരു സ്വന്തം സഹോദരനായി ഇവിടെ വരെ എത്തുന്നതിന് മുൻകൈയെടുത്ത് എന്നെ ഇവിടെ വരെ എത്തിച്ച ജലജ മേഡത്തിനോടും നാദബ്രഹ്മം ഫൗണ്ടേഷനോടും ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ്. പീസ് ത്രൂ മ്യൂസിക് ഓർ മ്യൂസിക് ഫോർ പീസ് എന്ന ആശയവുമായി മുന്നോട്ട് പോകുന്ന ഒരു ഫൗണ്ടേഷനാണ് നാദബ്രഹ്മം ഫൗണ്ടേഷൻ. ഏതൊരു സൈനികനും ആഗ്രഹിക്കുന്നത് ശാന്തിയും സമാധാനവുമാണ്. യുദ്ധം യാതൊരു പ്രശ്നത്തെയും ഒരിക്കലും പരിഹരിക്കാറില്ല. ഒരു യുദ്ധം നടന്നാൽ അതിലേറ്റവും കൂടുതൽ നഷ്ടങ്ങൾ സംഭവിക്കുന്നത് ആ യുദ്ധത്തിൽ പങ്കെടുക്കുന്ന സൈനികനും അവൻ്റെ കുടുംബങ്ങൾക്കുമാണെന്ന് നേരത്തെ കേണൽ പത്മനാഭൻ പറയുകയുണ്ടായി. യുദ്ധം അവസാനിക്കുമ്പോൾ സമാധാനമുണ്ടാകുന്നു. സമാധാനത്തിനെ നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. സമാധാനത്തിൻ്റെ സന്ദേശം ജനങ്ങളിൽ എത്തിക്കാനായി മ്യൂസിക് എന്ന ഈ മന്ത്രം കണ്ടുപിടിച്ച നാദബ്രഹ്മം ഫൗണ്ടേഷനെ ഞാൻ അഭിനന്ദിക്കുകയാണ്. നാദബ്രഹ്മം ഫൗണ്ടേഷൻ ഇനിയും ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഒരിക്കൽ കൂടി എനിക്കിന്ന് കിട്ടിയ ഈ ആദരവ് ഇന്ത്യൻ ആർമിക്കും എന്നെ ഞാനാക്കിയ റെജിമെൻ്റ് ഓഫ് ആർട്ടിലറിക്കും എന്നോടൊപ്പം പ്രവർത്തിച്ച ഓഫീസേഴ്സിനും ജവാന്മാർക്കും ഇന്ന് നമ്മുടെ സായുധ സേനയിൽ തുടർന്നു പോകുന്ന എല്ലാ സൈനികർക്കും അവരുടെ കുടുംബങ്ങൾക്കും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. താങ്ക് യു നാദബ്രഹ്മ ഫൗണ്ടേഷൻ. താങ്ക് യു വെരി മച്ച്. ജയ് ഹിന്ദ്.